തങ്കച്ചേട്ടൻ്റെ ആ എന്നിട്ട് അത് തന്നെ ചുരുളിയായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന ഒരു ചെറിയ വിവാദത്തെക്കുറിച്ച് പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം ജോജു ജോർജിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞു ചുരുളി എന്ന സിനിമയിൽ അഭിനയിച്ചതിന് അദ്ദേഹത്തിന് എന്താ പറയുക റെമ്യൂണറേഷൻ കിട്ടിയില്ല. പിന്നെ സിനിമയുടെ ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട് വിടുന്ന ഭാഗത്തിലാണ് അത്യാവശ്യം തെറിയും കാര്യങ്ങളെല്ലാം പറഞ്ഞത്. പച്ചത്തെറി തന്നെയാണ് പറഞ്ഞേക്കുന്നത് സിനിമയിൽ. അത് OTT അല്ലെങ്കിൽ മറ്റ് പ്ലാറ്റ്ഫോമിലേക്ക് റിലീസ് വരുമെന്ന് വിചാരിച്ചില്ല, ഫെസ്റ്റിവലിന് വേണ്ടി മാത്രമാണ് അത് അത്രയും തെറി പറഞ്ഞു. ഫെസ്റ്റിവലിന് വേണ്ടിയിട്ടുള്ളതിന് തെറിയും അല്ലാത്തതിന് വേറെ നോർമൽ രീതിയിലുമാണ് ചെയ്തിരിക്കുന്നതെന്നാണ് ജോജു ജോർജ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വീണ്ടും വാർത്തകളിൽ ഇടം നേറിയിരിക്കുകയാണ് ചുരുളി എന്ന സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചുരുളി എന്ന സിനിമ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിട്ട് എൻ്റെ കിളി പറന്നു പോയ സാധനമാണ്. എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പടം തുടങ്ങി കുറച്ച് കഴിഞ്ഞ് ഒരു പാലം കയറി അപ്പുറത്തോട്ട് നിന്ന് കഴിഞ്ഞപ്പോൾ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വരെ പച്ചത്തെറി. നമ്മൾ സാധാരണ നാട്ടുപുറങ്ങളിൽ ചിലർ കള്ളടിച്ചതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് തല്ലും പിടിച്ച് പച്ചയ്ക്ക് തെറി പറയുന്നത്, അതായത് തന്തയ്ക്കും തള്ളയ്ക്കും എല്ലാം വിളിക്കുന്നത് ആ ഒരു ലാംഗ്വേജ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പറയുന്നത്. അത്രയ്ക്ക് പച്ചയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഒരു സാഹചര്യമാണ് ആ സിനിമ. അതായത് പിന്നീട് ഫുള്ള് തെറിയാണ്. ആ ഒരു സിനിമ കണ്ട് അവസാനമായപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ സിനിമയുടെ ക്ലൈമാക്സ് ഒക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ കിളി പോയി. എന്നെപ്പോലെ തന്നെ കണ്ടിരിക്കുന്നവർ പലരുടെയും കിളി പോയിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ഡയലോഗുകളെല്ലാം ഭയങ്കര ഫേമസ് ആണ്. ഫേമസ് എന്ന് പറയാൻ കാരണം അത് മുഴുവൻ പച്ചത്തെറിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് ചില അവസരങ്ങളിലൊക്കെ ഈ തങ്കച്ചേട്ടൻ്റെ ഇതൊക്കെ അങ്ങോട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജോജുവിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പ്രസ് മീറ്റിൽ ഇതുമായിട്ട് സംസാരം ഉണ്ടായി. അപ്പോൾ അതിനുശേഷം ലിജോ ജോസ് പെല്ലിശ്ശേരി, അതായത് സിനിമയുടെ ഡയറക്ടർ തന്നെ അതിനെക്കുറിച്ചൊരു പോസ്റ്റ് ഇട്ടു. ഈ സിനിമയിൽ അഭിനയിച്ചതിന് ജോജു ജോർജിന് ഇത്ര രൂപ, അതായത് ഒരു 5 ലക്ഷത്തി ചിലവാനം രൂപ റെമ്യൂണറേഷൻ കൊടുത്തു. അതും മാത്രമല്ല ജോജുവിന് ഈ സിനിമയെക്കുറിച്ച് കംപ്ലീറ്റ്ലി ഈ സിനിമയുടെ ഒരു രീതി ഇതിൽ തെറി പറയേണ്ടതാണെന്നുള്ള കാര്യമൊക്കെ അറിയാവുന്ന രീതിയിൽ ലിജോ ജോസ് പെല്ലിശ്ശേരി ഒരു പോസ്റ്റും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് വീണ്ടും ഒരു പ്രസ് മീറ്റിൽ ജോജു പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ എഗ്രിമെൻറ്റിൻ്റെ പേപ്പർ കാണിക്കണം, അങ്ങനെ സോ സംതിങ് ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചുരുളി എന്ന സിനിമ എന്ന് പറയുന്ന ഒരു കൾട്ട് ക്ലാസിക് മൂവിയാണ്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ടിരിക്കുമ്പോൾ നമ്മൾ വേറൊരു മൈൻഡിലിരുന്ന് കണ്ടാൽ മാത്രമേ അതിലേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. കാരണം ചിലപ്പം ഈ പറയുന്ന പോലെ കുടുംബത്തോടെ ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. ഇൻഡിവിജ്വലി ആ സിനിമ അങ്ങനത്തെ ഒരു ടൈപ്പ് അത് മനസ്സിലാക്കിയതിന് ശേഷം കാണുവാണെങ്കിൽ പക്കയായിരിക്കും. കാരണം നല്ല രീതിയിൽ പച്ചയ്ക്ക് തെറിയൊക്കെ പറയുന്നുണ്ട്. ഈ തെറി പറയുന്നതിൻ്റെ കാര്യമല്ല പറയുന്നത്, ആ സിനിമയുടെ സാഹചര്യത്തിനനുസരിച്ച് അവിടുത്തെ ഒരു സിറ്റുവേഷൻസ് അനുസരിച്ച് വരുന്നതാണ്. പിന്നെ ഈ സിനിമയിലെ തെറിയുടെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഒരുമാതിരിപ്പെട്ടവർ ഒക്കെ ഇംഗ്ലീഷ് മൂവീസൊക്കെ കാണുന്നത്. ഇംഗ്ലീഷ് മൂവീസ് നമുക്കറിയാം പച്ചയ്ക്ക് തെറിയാണ് പറയുന്നത്. പച്ചയ്ക്ക് തെറി പറയുന്ന ഒരു സാഹചര്യം ഒക്കെയാണ് ഇംഗ്ലീഷ് മൂവീസിലൊക്കെ ഉള്ളത്. അപ്പം അതൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഈ മലയാളത്തിൽ ഇങ്ങനെ ഒരു സാധനം വന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അതിലൊക്കെ പച്ചയ്ക്ക് പറയുമ്പം ഇവിടെയും ആ ഒരു രീതിയിലേക്ക് സിറ്റുവേഷൻ അനുസരിച്ച് ചെയ്തതാണ്. അപ്പം ഈ ഇംഗ്ലീഷ് മൂവീസൊക്കെ ഇഷ്ടപ്പെടുന്ന, അതിലെ ഭാഷകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ടും ഇതും ഇഷ്ടപ്പെടും. പക്ഷേ ഇത് നമ്മുടെ ലോക്കൽ ലാംഗ്വേജ് ആണ്, അതാണ് അതിനകത്തൊരു പ്രശ്നം. അപ്പം എന്തായാലും ചുരുളി എന്ന സിനിമ വീണ്ടും വിവാദത്തിലാവുകയല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ ഇപ്പോൾ ചർച്ചയാകുകയും ചെയ്തതോടുകൂടി ഇനി ആ സിനിമ കുറേ പ്രേക്ഷകരിലേക്ക് എത്തുമെന്നുള്ളതാണ് ഇപ്പോൾ കണ്ടിട്ട് മനസ്സിലാകുന്നത്. എന്തായാലും ജോജു ജോർജും ലിജോ ജോസ് പെല്ലിശ്ശേരിയും ചുരുളിയും ഇപ്പോൾ വാർത്തകളിൽ വീണ്ടും ഇടം നേടിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ വീണ്ടും ചുരുളി കാണാനായിട്ട് ആൾക്കാരുടെ ഒരു ത്വര ഉണ്ടാകും, കൂടുതൽ തീഷ്ണത ഉണ്ടാകും. അതിലെന്താണ് സംഭവം കണ്ടിട്ടില്ലാത്തവർ വീണ്ടും കാണാൻ വേണ്ടിയിട്ട് തന്നെ ശ്രമിക്കും. അപ്പോൾ ചുരുളി വീണ്ടും വാർത്തകളിൽ ഇടം നേടിയിരിക്കുകയാണ്. എന്തായാലും ജോജു ജോർജും ലിജോ ജോസ് പെല്ലിശ്ശേരിയും തമ്മിൽ സംസാരിച്ച് അത് ക്ലിയർ ചെയ്യുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്.